സിറ്റുവേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അടിമാലിയിലെ ലക്ഷം വീട് ദുരിതബാധിതരുടെ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. കർഷക മേഖലയ്ക്ക് ഭീഷണിയായി ആനത്തൊട്ടാവാടി. കൃഷിയിടങ്ങളിൽ അതിവേഗം പടർന്നുകയറി. ഭൂമി തട്ടിയെടുക്കാൻ വ്യാജരേഖയുണ്ടാക്കി കോടതിയിൽ സമർപ്പിച്ച കേസിൽ കട്ടപ്പന അൽഫോൺസ ഗ്രൂപ്പിന്റെ ഓഫീസുകളിൽ പോലീസ് റെയ്ഡ്. ഒരു വ്യാഴവട്ടക്കാലത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ തെക്കിന്റെ കാശ്മീരായ മൂന്നാറിന്റെ താഴ്വരകളെ വീണ്ടും നീലപ്പട്ടണിയിച്ച് കുറിഞ്ഞി വസന്ത. വിശദമായ വാർത്തകളിലേക്ക്. അടിമാലിയിലെ ലക്ഷം വീട് ദുരിതബാധിതരുടെ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. ഓണത്തിന് മുൻപ് അർഹമായ നഷ്ടപരിഹാരത്തുക ലഭിക്കുമെന്ന റവന്യൂ മന്ത്രിയുടെ ഉറപ്പിന്മേലാണ് സമരം താൽക്കാലികമായി നിർത്താൻ സമരസമിതി തീരുമാനിച്ചത്. അടിമാലിയിൽ ലക്ഷം വീട് നിവാസികൾ പുനരധിവാസവുമായി ബന്ധപ്പെട്ട അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിവന്നിരുന്ന സമരം 51-ാം ദിവസം അവസാനിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ശക്തമായ മഴയിലും പ്രതികൂല കാലാവസ്ഥയെയും എതിർത്തു നടത്തിവന്നിരുന്ന സമരം ജനപ്രതിനിധികളുടെയും അധികൃതരുടെ ഇടപെടലിനെയും തുടർന്നാണ് സമരസമിതി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്ന സമരം 51-ാം ദിവസമാണ്. ഇന്നലെ പഞ്ചായത്ത് കമ്മിറ്റിയുമായിട്ട് നടന്ന ചർച്ചയിൽ ഓണത്തിന് മുമ്പ് നമുക്ക് ഫണ്ട് നൽകാമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് ഓണത്തിന് മുമ്പ് നമ്മുടെ കാര്യം നടപടിയാക്കി തരാമെന്ന് പഞ്ചായത്ത് ഫുൾ കമ്മിറ്റി നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അവരുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മൾ താൽക്കാലികമായിട്ട് സമരം പിൻവലിക്കുകയാണ്. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് അടക്കമുള്ള നേതാക്കൾ റവന്യൂ മന്ത്രിയുമായി ഫോണിലൂടെ നടത്തിയ സംഭാഷണത്തിന്റെ ഒടുവിലാണ് ഓണത്തിന് മുമ്പ് അർഹമായ നഷ്ടപരിഹാര തുക നൽകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയത്. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബഹുമാനപ്പെട്ട ഇടുക്കി DYSP ശ്രീ മോഹൻദാസും അതേപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആ സമരം പിൻവലിക്കുവാൻ സമരത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ തയ്യാറായിട്ടുണ്ട്. അതേസമയം ഓണത്തിന് മുമ്പ് അർഹമായ തുക തങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ വീണ്ടും സമരവുമായി തന്നെ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ വരുമെന്നതാണ് സമരസമിതി അറിയിച്ചിരിക്കുന്നത്. ഇനിയൊരു സമരമുണ്ടായാൽ പഞ്ചായത്തിന്റെയും ജനപ്രതിനിധികളുടെയും പൂർണ്ണ പിന്തുണ നൽകണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. കർഷക മേഖലയ്ക്ക് ഭീഷണിയായി ആനത്തൊട്ടാവാടി. കൃഷിയിടങ്ങളിൽ അതിവേഗം പടർന്നു കയറുന്ന ഈ ചെടിയെ നിയന്ത്രിക്കാൻ കൃഷി വനം വകുപ്പുകൾ തയ്യാറാകണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. കൃഷിയിടങ്ങളിലും തരിശുഭൂമികളിലും അതിവേഗം പടർന്നു പിടിക്കുന്ന ആനത്തൊട്ടാവാടി കർഷകർക്ക് ഭീഷണിയാകുന്നു. ഈ മുള്ളൻചെടി വ്യാപകമായി വളരുന്നത് കൃഷിയെയും മേച്ചിൽപ്പുറങ്ങളെയും ബാധിക്കുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. കാട്ടിഞ്ച, ആനത്തൊട്ടാവാടി, പാണ്ടിത്തൊട്ടാവാടി എന്നീ പേരുകളിലാണ് പ്രാദേശികമായി ഈ ചെടി അറിയപ്പെടുന്നത്. കന്നുകാലികൾ ഇത് ഭക്ഷിച്ചാൽ ജീവൻ പോലും നഷ്ടമായേക്കാം. ചെടി വനമേഖലകളിലേക്ക് കൂടി വ്യാപിച്ചാൽ തദ്ദേശീയ സസ്യങ്ങളെ പിന്തള്ളുകയും വന്യജീവികൾക്ക് ലഭിക്കുന്ന സ്വാഭാവിക ഭക്ഷണവും ആവാസ വ്യവസ്ഥയും നഷ്ടപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. കർഷകർ സ്വന്തം നിലയിൽ ചെടി വെട്ടിമാറ്റുന്നുണ്ടെങ്കിലും വ്യാപകമായ സ്ഥലങ്ങളിൽ ഇതുമാത്രം മതിയാകില്ല. പ്രത്യേകിച്ച് വനമേഖലകളിലേക്ക് കടന്നുകയറുന്നതിന് മുമ്പ് തന്നെ ചെടിയുടെ വ്യാപനം കണ്ടെത്തി നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണെന്ന് കർഷകർ തന്നെ പറയുന്നു. ഈ പറയുന്ന ആനത്തൊട്ടാവാടി എന്ന് പറയുന്നൊരു ഭീകരമായിട്ടുള്ള സംഭവമുണ്ട്. അത് ഈ കോഴി വളമാണെങ്കിലും ഇതാണെങ്കിലും ചാണകമാണെങ്കിലും നമ്മളിവിടെ കൊണ്ട് അത് ചെടികളുടെ ചുവട്ടിലിടും. ആ ചെടികളെ ശരിക്കും പറഞ്ഞ് നശിപ്പിക്കുക. ഇതങ്ങോട്ട് വളർന്നങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ ലോകത്തൊരാൾക്ക് കടന്നെല്ലാൻ പറ്റത്തില്ല. ആനത്തൊട്ടാവാടി പടർന്നു പിടിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷിവകുപ്പും വനം വകുപ്പും സംയുക്തമായി ഇടപെട്ട് ശാസ്ത്രീയമായ രീതിയിൽ ചെടി നശിപ്പിക്കുന്നതിനും വ്യാപനം തടയുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നതാണ് കർഷകരുടെ ആവശ്യം. സിറ്റി വിഷൻ, ഇടുക്കി. ഭൂമി തട്ടിയെടുക്കാൻ വ്യാജരേഖയുണ്ടാക്കി കോടതിയിൽ സമർപ്പിച്ച കേസിൽ കട്ടപ്പന അൽഫോൺസ ഗ്രൂപ്പിന്റെ ഓഫീസുകളിൽ പോലീസ് റെയ്ഡ്. കട്ടപ്പന വള്ളക്കടവ് കണ്ണമുണ്ടയിൽ ജെയിംസ് മാത്യുവിന്റെ പരാതിയിലാണ് നടപടി. പ്രതികൾ കോടതിയിൽ ഹാജരാക്കിയ വ്യാജരേഖകളുടെ പകർപ്പിന്റെ ഒറിജിനൽ കണ്ടെത്തുന്നതിനാണ് പരിശോധന. ജെയിംസ് മാത്യു വില കൊടുത്തു വാങ്ങിയ കട്ടപ്പന വള്ളക്കടവിലുള്ള 6 ഏക്കർ ഭൂമിയെ അൽഫോൺസ ഗ്രൂപ്പ് ഉടമയും ഭാര്യയും മക്കളും അടങ്ങുന്ന സംഘം വ്യാജരേഖയുണ്ടാക്കി തട്ടിയെടുക്കുവാൻ ശ്രമിച്ചതായാണ് പരാതി. സംഭവത്തിൽ അൽഫോൺസ ഗ്രൂപ്പ് ഉടമ ഉൾപ്പെടെ 6 പേർക്കെതിരെ കട്ടപ്പന പോലീസ് കേസെടുത്തിരുന്നു. വ്യാജരേഖ കോടതിയിൽ ഹാജരാക്കിയ അഭിഭാഷകനും മറ്റൊരു തിരുവനന്തപുരം സ്വദേശിയും കേസിൽ പ്രതിയാണ്.
തിരുവനന്തപുരം സ്വദേശിക്ക് പാട്ടത്തിന് നൽകിയ ഭൂമിയാണെന്ന് കാട്ടിയാണ് പ്രതികൾ വ്യാജരേഖയുണ്ടാക്കിയത്. ഇതിനായി 2024 മുദ്രപത്രം സംഘടിപ്പിച്ച കഴിഞ്ഞ വർഷവും ഈ വർഷവും 2 തവണയും പാട്ടത്തുക കൈപ്പറ്റിയതായും വ്യാജരേഖയുണ്ടാക്കി. തുടർന്ന് രേഖകളുടെ പകർപ്പ് അഭിഭാഷകൻ മുഖേന കോടതിയിൽ ഹാജരാക്കി. എന്നാൽ പരിശോധനയിൽ വ്യാജരേഖയാണെന്ന് തെളിയുകയായിരുന്നു. സിറ്റി വിഷൻ, കട്ടപ്പന. ഒരു വ്യാഴവട്ടക്കാലത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ തെക്കിന്റെ കശ്മീരായ മൂന്നാറിന്റെ താഴ്വരകളെ വീണ്ടും നീലപ്പട്ടണിയിച്ച് കുറിഞ്ഞി വസന്തം. പ്രകൃതിയുടെ അപൂർവ ചാരുതയ്ക്ക് ഇത്തവണ വേദിയായിരിക്കുന്നത് ഇടുക്കി ബൈസൺവാലി പഞ്ചായത്തിലെ പ്രകൃതി മനോഹരമായ ചൊക്രമുടി മലനിരകളാണ്. കയ്യേറ്റക്കാരുടെ കൈകളിൽ നിന്ന് റവന്യൂ വകുപ്പ് തിരിച്ചുപിടിച്ച മണ്ണിൽ പശ്ചിമഘട്ടത്തിന്റെ സ്വന്തം നീലക്കുറിഞ്ഞികൾ പൂത്തെളിയുമ്പോൾ അത് പ്രകൃതിയുടെ മനോഹരമായ തിരിച്ചുവരവ് കൂടിയാണ്. ഇടയ്ക്കിടെ കാഴ്ചവട്ടങ്ങളെ മറയ്ക്കുന്ന കോടമഞ്ഞ്, നനുത്ത മഴത്തുള്ളികളിൽ നനഞ്ഞു നിൽക്കുന്ന പാറക്കെട്ടുകൾ, കാറ്റിനൊപ്പം തലയാടി സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്ന കുറിഞ്ഞിപ്പൂക്കൾ. ഇടുക്കിയുടെ വന്യ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടി ചൊക്രമുടി മലനിരകൾ ഇപ്പോൾ വസന്തത്തിന്റെ നീലക്കുറിപ്പുകൾ എഴുതുകയാണ്. ഒരു കാലത്ത് കയ്യേറ്റക്കാരുടെ കൈവശമായിരുന്ന ഭൂമിയാണിത്. നീതിന്യായ വ്യവസ്ഥയും റവന്യൂ വകുപ്പും ചേർന്ന് കയ്യേറ്റക്കാരിൽ നിന്ന് തിരിച്ചുപിടിച്ച അതേ മണ്ണിലാണ് ഇപ്പോൾ പ്രകൃതി സ്വന്തം നീലപ്പർവ്വതാനി വിരിച്ചിരിക്കുന്നത്. കോടമഞ്ഞിൻ്റെ ഇടയിൽ ഈ നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ അതും ഈ റവന്യൂ ഭൂമിയിൽ നീലക്കുറിഞ്ഞി നല്ല സുന്ദരമായിട്ട് ഇപ്പോൾ പൂത്ത് നിൽക്കുകയാണ്. ഇനിയും പൂക്കുമ്പോൾ ഇതിൻ്റെ ഒരു സുന്ദര മനോഹരമായിട്ട് നല്ല ഒരു കാഴ്ചയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ നീലക്കുറിഞ്ഞി നശിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതികൾ ഇത് ഏറ്റെടുത്ത് ഒരു ടിക്കറ്റ് സംവിധാനത്തിൽ ഇതിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കുറിഞ്ഞി കാണാൻ കൂടുതൽ ആൾക്കാരും വരും. സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നറിയപ്പെടുന്ന നീലക്കുറിഞ്ഞികൾ പശ്ചിമഘട്ടത്തിന്റെ മാത്രം സവിശേഷതയാണ്. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂവിടുന്ന ഈ സസ്യങ്ങളിൽ നിന്നുമാണ് പശ്ചിമഘട്ടത്തിന് നീലഗിരി എന്ന പേര് വന്നത്. ഇതിനു മുമ്പ് കുറിഞ്ഞി വിരുന്നെത്തിയത് 2014 കൃത്യം 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചൊക്രമുടി പൂക്കളുടെ താഴ്വരയായി മാറുന്നു. തുടർച്ചയായി പെയ്യുന്ന മഴ പൂക്കൾ പൂർണ്ണമായി വിടരുന്നതിന് നേരിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും മൊട്ടക്കുന്നിൽ നിൽക്കുന്ന ചെടികളും കോടമഞ്ഞും ചേർന്ന് ചൊക്രമുടിയെ അതിമനോഹരമായ ഒരു ക്യാൻവാസാക്കി മാറ്റിയിരിക്കുന്നു. മഴ ഉള്ളതുകൊണ്ട് കുറിഞ്ഞി നമുക്ക് പൂത്ത് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ മഴ ഇതുവരെ ഒന്നും കുറിഞ്ഞിയെ ഒന്നും ബാധിച്ചിട്ടില്ല. പൂത്ത് വേണ്ട ഇനിയും ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ ഈ കുറിഞ്ഞിയുടെ വസന്തം വന്നു തുടങ്ങും. അപ്പോൾ അതിന് ശേഷം പിന്നീട് മഴ വന്നാൽ മാത്രമാണ് ഈ കുറിഞ്ഞിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ 12 വർഷം മുമ്പും കുറിഞ്ഞി പൂത്തപ്പോഴും മഴയുണ്ടായിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഗ്യാപ് റോഡിൽ നിന്ന് ചെമ്മണ്ണാർ ഗ്യാപ് റോഡ് വഴി 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചൊക്രമുടിയിലെ ഈ നീലവസന്തത്തിലെത്താം. ബൈസൺവാലി, രാജകുമാരി, രാജാക്കാട് എന്നീ പഞ്ചായത്തുകളിൽ നിന്ന് ഇവിടേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുവാനും സാധിക്കും. മഴ മാറി വെയിൽ തെളിയുന്നതോടെ വരും ദിവസങ്ങളിൽ ചൊക്രമുടി പൂർണ്ണമായും നീലക്കടലായി മാറും. പ്രകൃതി ഒരുക്കിയ ഈ അപൂർവ ദൃശ്യവിരുന്ന് ആസ്വദിക്കാൻ ഇതിനകം തന്നെ സഞ്ചാരികളുടെ ഒഴുക്കും തുടങ്ങിക്കഴിഞ്ഞു. സിറ്റി വിഷൻ, മൂന്നാർ. മഞ്ഞുമൂടിയ മൂന്നാറിന്റെ മലനിരകൾക്ക് വീണ്ടും നീല നിറത്തിന്റെ വസന്തം. ഇടുക്കി മൂന്നാർ ഇക്കാനഗറിലെ മലഞ്ചെരിവുകളിൽ നീലക്കുറിഞ്ഞി വ്യാപകമായി പൂത്തു തുടങ്ങി. മൂന്നാറിന്റെ പ്രകൃതി ഭംഗിക്ക് കൂടുതൽ നിറം പകരുന്ന അപൂർവ കാഴ്ചയാണിത്. മൂന്നാറിന്റെ മലനിരകളിൽ ഇപ്പോൾ പ്രകൃതി ഒരുക്കുന്നത് ഒരു വേറിട്ട കാഴ്ചയാണ്. പച്ചപ്പിന്റെ പുതപ്പണിഞ്ഞ മലഞ്ചെരുവുകൾക്കിടയിൽ നീലനിറം പടർത്തി നീലക്കുറിഞ്ഞി പൂത്തു തുടങ്ങിയിരിക്കുകയാണ്. മൂന്നാർ നല്ലതണ്ണി റോഡ്, ഇക്കാനഗർ, ചൊക്രമുടി തുടങ്ങിയ വിവിധ മേഖലകളിലെ മലനിരകളിലാണ് നീലക്കുറിഞ്ഞിയുടെ പൂക്കാലം ആരംഭിച്ചത്.
എന്നാൽ ഇക്കാനഗറിലെ മലനിരകളിലാണ് ഇപ്പോൾ നീലക്കുറിഞ്ഞി ഏറ്റവും വ്യാപകമായി പൂത്തിരിക്കുന്നത്. முன்னாடி இதே லேக்ல வந்து 1-2 செடியில தான் குறிஞ்சி பூ பூத்துருந்துச்சு. இன்னைக்கு வந்து பார்த்தா மழை வெறிச்ச உடனே அந்த மழை ஃபுல்லா குறிஞ்சி பூ நல்லா பூத்து குலுங்குது. அப்ப குறிஞ்சி பூவை பார்க்க நிறைய கெஸ்ட் இங்க வர்றவங்க குறிஞ்சி பூ பார்க்காம நிறைய பேர் ஏமாந்து போறாங்க. அப்ப இல்லாம இப்ப இந்த டைம் கரெக்டான டைம், இந்த டைமுக்கு வந்தாங்கன்னா குறிஞ்சி பூ நல்லா பார்க்கலாம், பார்க்கறதுக்கும் நல்லா இருக்கு, குறிஞ்சி പൂ நல்லா പൂത്ത് കുലുങ്ങും. ദൂരക്കാഴ്ചയിൽ പച്ചപ്പിന് മുകളിൽ നീല നിറം വിതറിയ പോലെ തോന്നിക്കുന്ന മലഞ്ചെരുവുകൾ അടുത്തെത്തുമ്പോൾ ചെറുപൂക്കൾ ചേർന്നൊരുക്കുന്ന അതിമനോഹരമായ കാഴ്ചയായി മാറുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ അസിസ്റ്റന്റ് സർജനായി ശരണ്യ മോഹൻ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഒരു നാടിന്റെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. ഇടുക്കി ജില്ലയിലെ ഊരാളി ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ഡോക്ടറാണ് ശരണ്യ. സ്വന്തം നാട്ടിൽ തന്നെ ആദ്യ നിയമനം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇവർ. ഉപ്പുതറ കണ്ണമ്പടി വനമേഖലയിൽ നിന്നാണ് ശരണ്യ പഠിച്ചു വളർന്നത്. കണ്ണമ്പടി പുന്നപ്പാറ ഊരിൽ കണ്ടത്തിൻകര KN മോഹനന്റെയും മിനിമോളുടെയും ഏകമകൾ. കുട്ടിക്കാലം മുതലേ ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ഡോക്ടറാകണം. പല പല രോഗങ്ങളാൽ വലയുന്ന സ്വന്തം ജനങ്ങളെ ശുശ്രൂഷിക്കണം. 10ാം ക്ലാസ്സിൽ 90%, +2-ന് 88% മാർക്ക് വാങ്ങി. എങ്കിലും MBBS എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്ര എളുപ്പമായിരുന്നില്ല. എന്നാൽ 2019 എൻട്രൻസിൽ ST വിഭാഗത്തിൽ 23ാം റാങ്കോടെ പാലക്കാട് മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടി. MBBS പരീക്ഷ ഫസ്റ്റ് ക്ലാസോടെ പാസ്സായി. PSC റാങ്ക് ലിസ്റ്റിലൂടെ തേടിയെത്തിയത് ജന്മനാട്ടിലെ ആശുപത്രിയായ ഉപ്പുതറ CHCയിലെ നിയമന ഉത്തരവ്. എക്സ്പീരിയൻസ് ഇപ്പം ഞാൻ ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്കൊരു പ്രചോദനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുതന്നെ വലിയൊരു ഭാഗ്യം. ചെറുപ്പം തൊട്ടേ പഠിക്കാനൊക്കെ നല്ലതായിരുന്നു, നന്നായിട്ട് പഠിക്കുമായിരുന്നു. അതുകൊണ്ട് സയൻസിനോടും താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറാണെന്നൊരാഗ്രഹം ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. ഉപ്പുതറ സർക്കാർ CHSയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിനി മോഹന്റെ സാന്നിധ്യത്തിൽ ചുമതലയേൽക്കുമ്പോൾ ശരണ്യയ്ക്ക് ആഹ്ലാദവും അഭിമാനവുമായിരുന്നു. തന്റെ നേട്ടം പുതിയ തലമുറയ്ക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന് ശരണ്യ പറയുന്നു. ഉപ്പുതറക്കാർക്ക് ശരണ്യ നാട്ടിലെ ഡോക്ടറാണ്. ആരോഗ്യമേഖലയിൽ തനിക്ക് ഒട്ടേറെ ദൂരം സഞ്ചരിക്കുവാനുണ്ടെന്ന് പറയുമ്പോൾ ശരണ്യയുടെ വാക്കുകളിൽ ആത്മവിശ്വാസവും നിറയുന്നു. സിറ്റി വിഷൻ, ഉപ്പുതറ. ഇടവേള. ജാതി കൃഷി ലാഭകരമാക്കാൻ മൾട്ടി റൂട്ട് ജാതികൾ അതിനൂതന കണ്ടുപിടുത്തവുമായി കർഷകോത്തമ അവാർഡ് ജേതാവ് അടിമാലി CM ഗോപി. സാധാരണ ജാതിയേക്കാൾ 3 ഇരട്ടി വിളവ് നൽകുന്ന വലിയ കായ്കളും പത്രികളുമുള്ള മൾട്ടി റൂട്ട് ലോങ് ഇപ്പോൾ വിപണിയിൽ. വർദ്ധിച്ച പ്രതിരോധശേഷിയും ഉത്പാദനക്ഷമതയും. 70 മുതൽ 80 കായ്കൾക്ക് 1 കിലോ തൂക്കം, 300 മുതൽ 350 പത്രിക്ക് 1 കിലോ തൂക്കം. കൂടാതെ മുന്തിയിനം കമുക്, തെങ്ങ്, കുരുമുളക്, കൊക്കോ, റംബുട്ടാൻ, മാംഗുസ്റ്റിൻ തുടങ്ങി നിരവധിയിനം ഫലവൃക്ഷ തൈകളും ഏലത്തട്ടകളും. 36 വർഷത്തെ പ്രവൃത്തി പരിചയം. സ്പൈസസ് ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അംഗീകരിച്ച വിശ്വസ്ത സ്ഥാപനം. ചെറുകുന്നിൽ നഴ്സറി, KSEB സബ്സ്റ്റേഷൻ സമീപം ചാറ്റുപാറ ആൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മാപ്പാനിക്കാട്ട് റോഡ്, അടിമാലി. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്,
Doctor's Clinic, Doctor's Clinical and Diagnostic Laboratory, and patient-friendly pharmacy. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakot. The #1 health provider. Kripa Medical Center. We create better health. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീണ്ടും വാർത്തകളിലേക്ക്. നിർമ്മല സിറ്റി ജംഗ്ഷനിൽ 2 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. ബുധനാഴ്ച രാവിലെ പ്രദേശവാസികളാണ് മിൽമ പ്ലാന്റിലേക്കുള്ള റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള MCFനോട് ചേർന്ന് അരയടി പൊക്കമുള്ള കഞ്ചാവ് ചെടികൾ കണ്ടത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഇടുക്കി എക്സൈസ് സംഘം സ്ഥലത്തെത്തി ചെടികൾ പിഴുതെടുത്തു. മേഖലയിൽ സാമൂഹ്യവിരുദ്ധ ശല്യമുള്ളതായി നാട്ടുകാർ പറഞ്ഞു. പരിശോധന ശക്തമാക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ PK സുരേഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷിജു ദാമോദരൻ, പ്രിവന്റീവ് ഓഫീസർമാരായ ഡെനിസൺ ജോസ്, AD ജെയ്സൺ എന്നിവരടങ്ങിയ സംഘം അന്വേഷണം തുടങ്ങി. ഞാനിതെങ്ങനെയാണ് കണ്ടെന്ന് പറയാം. ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ ഈ പ്ലാസ്റ്റിക് ശേഖരിക്കാൻ വേണ്ടി ഒരു മിനി MCF അവിടെ കൊണ്ട് വെച്ചിരുന്നു. അതുകൂടാതെ അതിന് തൊട്ടിപ്പുറത്തുണ്ട് ഒരു പുതിയത് കൊണ്ട് വെച്ചേക്കുന്നത്. ഇത് കൊണ്ട് വെച്ചപ്പോൾ ഇത് ഞാൻ നോക്കി. അങ്ങനെ നോക്കിയപ്പോഴാണ് അതിൻ്റെ താഴെ ഈ 2 സാധനം ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ആരോ ഇത് വലിച്ചിട്ട് ഇതിൻ്റെ അല്ല ഈ പിന്നെ ഇത് കയ്യിലിട്ട് തിരുമ്മിയിട്ട് അതിൻ്റെ അരിയെടുത്തിട്ടതാവണം. അങ്ങനെയാണ് അതിൻ്റെ സാധ്യത. പച്ചടി ശ്രീനാരായണ LP സ്കൂളിൽ 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ 80 മഹാത്മാഗാന്ധിമാരും 120 പരം ചാച്ചാ നെഹ്റുമാരും അണിനിരന്നു. കുട്ടികൾ സ്വാതന്ത്ര്യദിനത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ വിവിധ രംഗങ്ങൾ അവതരിപ്പിച്ചു. മഹാത്മാഗാന്ധിയുടെ ദണ്ഡിയാത്രയും ഉപ്പ് സത്യാഗ്രഹവും അനുസ്മരിച്ചുകൊണ്ട് റാലിയും നടന്നു. തുടർന്ന് ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി മുന്നേറാം എന്നും ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്നും കുട്ടികൾ പ്രതിജ്ഞയെടുത്തു. ലിറ്റിൽ സയന്റിസ്റ്റ് പദ്ധതിയുടെ പരീക്ഷണമായി ദേശീയ പതാകയുടെ മാതൃക ശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെ കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ഝാൻസി റാണി, ഭാരത് മാത ഇങ്ങനെയുള്ള വിവിധ പ്രച്ഛന്ന വേഷമണിഞ്ഞും കുട്ടികൾ അണിനിരന്നു. സ്വാതന്ത്ര്യ സമര ചരിത്രം പ്രസംഗ രൂപത്തിൽ സ്കൂൾ അങ്കണത്തിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി അവതരിപ്പിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. പരിപാടികൾക്ക് സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജു PK, സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് സതീഷ് KV, അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ചക്കുപള്ളം പഞ്ചായത്തിൽ വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും ഏകോപന യോഗം ചേർന്നു. മലമ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യോഗം ചേർന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൾ ഷിബി ഉദ്ഘാടനം ചെയ്തു. ചക്കുപള്ളം ഗ്രാമപഞ്ചായത്തിൽ അതിഥി തൊഴിലാളികളിൽ നടത്തിയ പരിശോധനയിൽ മലമ്പനി രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പഞ്ചായത്തിൽ വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും ഏകോപന യോഗം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എബ്രഹാം ചാക്കോയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൾ ഷിബി ഉദ്ഘാടനം ചെയ്തു. ചക്കുപള്ളം പ്രാഥമിക ആരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹണി ഏലിയാസ മലമ്പനി രോഗത്തെക്കുറിച്ചും പ്രതിരോധ നടപടികളെക്കുറിച്ചും പ്രതിരോധ പ്രവർത്തനത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും വിശദീകരിച്ചു. ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ ജോബിൻ G. ജോസഫ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സന്ദർശിച്ചു നൽകിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ഹെൽത്ത് ഇൻസ്പെക്ടർ ജയകുമാർ PA പഞ്ചായത്തിൽ നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന മലമ്പനി പ്രതിരോധം സംബന്ധിച്ച കർമ്മ പരിപാടി അവതരിപ്പിച്ചു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും എത്തി 3 ദിവസത്തിനകം മലമ്പനി പരിശോധന നടത്തി ഫിറ്റ്നസ് കാർഡ് ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ലഭ്യമായതിനു ശേഷം മാത്രമേ ജോലിക്ക് നിയമിക്കാവൂ. പഞ്ചായത്തിന്റെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ സ്വസ്ഥ സാധി എന്ന പേരിൽ അതിഥി തൊഴിലാളി ആരോഗ്യ പരിപാടി സെപ്റ്റംബർ മാസം മുതൽ നടപ്പിലാക്കും. വാർഡ് തല ജനറൽ സ്ക്രീനിംഗ് ക്യാമ്പുകൾ,
ഹെൽത്ത് കാർഡ് വിതരണം, തൊഴിലാളികളുടെ താമസ സ്ഥല പരിശോധന, തൊഴിലുടമകളുടെയും സ്ഥാപന ഉടമകളുടെയും ജനപ്രതിനിധികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ടാസ്ക് ഫോഴ്സ് വാട്സാപ്പ് ഗ്രൂപ്പ്, മെഡിക്കൽ ക്യാമ്പുകൾ എന്നിവ സംഘടിപ്പിക്കും. യോഗത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയാമോൾ സാബു, ജനപ്രതിനിധികളായ ജയൻ കുഴിക്കാട്ട്, മനോജ് തമ്പി, ബിനു വട്ടോത്ത്, പ്രദീപ്, രാജേഷ് അശ്വതി, ഷീബ ജോർജ്, റോസമ്മ ജമീല, ഖനി, ആശ സുകുമാർ, സ്കൂൾ പ്രതിനിധികൾ, കാടമം പ്ലാന്റേഷൻ ഫെഡറേഷൻ, വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികൾ, മെഡിക്കൽ സ്റ്റോർ, ക്ലിനിക്ക്, സ്വകാര്യ ആശുപത്രി പ്രതിനിധികൾ, കുടുംബശ്രീ, രാഷ്ട്രീയ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, കുമളി. 3 വർഷമായി സ്തുത്യർഹ സേവനത്തിന് ശേഷം സ്ഥലം മാറിപ്പോകുന്ന കട്ടപ്പന താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവിക്ക് കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. നഗരസഭാ അധ്യക്ഷൻ ജോയി വെട്ടിക്കുഴി യോഗം ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭാ ഹാളിൽ വെച്ചാണ് യാത്രയയപ്പ് സമ്മേളനം നടന്നത്. യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ ലീലാമ ബേബി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷൻ ജോയി വെട്ടിക്കുഴി യോഗം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടറുടെ സേവനകാലം നമ്മുടെ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ പുരോഗമനപരമായ ഒരു കാലഘട്ടം ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു സൂപ്രണ്ട് എന്നുള്ള നിലയിൽ താൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ആ ഒരു മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിലേക്കാണ് ഡോക്ടർ ഉമാദേവിക്ക് സ്ഥലമാറ്റം ലഭിച്ചിരിക്കുന്നത്. ചടങ്ങിൽ നഗരസഭയുടെയും ആശാ വർക്കർമാരുടെയും ഉപഹാരങ്ങൾ കൈമാറി. തുടർന്ന് ഡോക്ടർ ഉമാദേവി മറുപടി പ്രസംഗവും നടത്തി. സിബി പറപ്പായി, തോമസ് മൈക്കിൾ, അഡ്വക്കേറ്റ് KJ ബെന്നി, മനോജ് മുരളി, ഡോക്ടർ ഉമാദേവി, നഗരസഭാ സെക്രട്ടറി അജി കെ തോമസ്, മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജ് M തോമസ്, HMC അംഗങ്ങളായ റെജി കൊട്ടക്കാട്ട്, മുൻ കൗൺസിലർ തങ്കച്ചൻ പുരയിടം, സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ മേഴ്സി, ഡോക്ടർ സച്ചു സണ്ണി, ഡോക്ടർ ജസ് ജോയ്, ആശാ പി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന. രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിനൊരുങ്ങി അടിമാലി. അറ്റാഡ്സിന്റെ ആഭിമുഖ്യത്തിൽ അടിമാലി പഞ്ചായത്ത്, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, വ്യാപാരി വ്യവസായി ട്രേഡ് യൂണിയൻ സംഘടനകൾ, ക്ലബ്ബുകൾ, പെൻഷൻ സംഘടനകൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെ ആവേശപൂർവ്വം അണിനിരക്കുന്ന മഹാപ്രകടനം രാവിലെ 10-ന് അടിമാലി ഹൈസ്കൂൾ മൈതാനത്ത് നിന്നും ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ സ്വാതന്ത്ര്യദിന റാലികളിൽ ഒന്നാണ് അടിമാലി ടൂറിസം ആൻഡ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് അറ്റാഡ്സ് പ്രസിഡന്റ് PV സ്കറിയ പറഞ്ഞു. 1000 പേര് പങ്കെടുക്കുന്ന റാലി അടിമാലിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാ സ്കൂളും കോളേജുകളും, നേഴ്സിംഗ് കോളേജുകൾ, ക്ലബ്ബുകൾ, അതുപോലെ സ്കൂൾ കോളേജുകൾ, ക്ലബ്ബുകൾ, പഞ്ചായത്ത്, മർച്ചന്റ് അസോസിയേഷൻ, അറ്റാസിനതിൽ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ, സ്വയം സഹകരണ സ്ഥാപനങ്ങൾ, വ്യാപാരി വ്യവസായ വിഭജന ട്രേഡ് യൂണിയൻ സംഘടനകൾ, വിവിധ ക്ലബ്ബുകൾ, എക്സർവീസർമാർ എന്നിവയുടെ നേതൃത്വത്തിൽ വിവിധ പെൻഷനേഴ്സുകാരെ, വിവിധ രാഷ്ട്രീയ മത വ്യത്യാസമില്ല എല്ലാവരും ഒത്തുവച്ച് പങ്കെടുക്കുന്ന ആവേശപൂർവ്വമായ റാലിയാണ് നടക്കുന്നത്. രാവിലെ 9-ന് പതാക ഉയർത്തും. 10-ന് അടിമാലി ഗവൺമെന്റ് സ്കൂൾ മൈതാനത്തു നിന്ന് ബാൻഡ് സെറ്റുകൾ, ചെണ്ടമേളം, നാടൻ കലാരൂപങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ, പ്രച്ഛന്ന വേഷങ്ങൾ, കരാട്ടെ, കളരി തുടങ്ങിയ വിവിധ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ റാലി ആരംഭിക്കും. പോലീസ് ഇൻസ്പെക്ടർ PM റഷീദ് ഫ്ളാഗ് ഓഫ് ചെയ്യും. റാലിക്ക് ശേഷം നടക്കുന്ന സ്വാതന്ത്ര്യദിന സമ്മേളനത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപാറ സന്ദേശം നൽകും. ഡീൻ കുര്യാക്കോസ് MP, F രാജ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു P കുര്യാക്കോസ് തുടങ്ങിയവർ പങ്കെടുക്കും. റാലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സ്കൂളുകൾക്കും കോളേജുകൾക്കും ട്രോഫിയും ക്യാഷ് അവാർഡുകളും നൽകും. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ, മികച്ച കലാരൂപങ്ങൾ എന്നിവയ്ക്കും ക്യാഷ് അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിറ്റി വിഷൻ, അടിമാലി. ഇടുക്കി ജില്ലാ അഗ്രോ ഇൻപുട്ട് ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം 15-ന് നെടുങ്കണ്ടത്ത് നടക്കും. സംഘടനയുടെ 17ാമത് വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പുമാണ് നടത്തപ്പെടുന്നത്. നെടുങ്കണ്ടം ലയൺസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ 15-ന് വൈകിട്ട് 3 മണിക്ക് IDA പ്രസിഡന്റ് CD ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ ഇടുക്കിയിലെ വളം വ്യാപാര മേഖല നേരിടുന്ന വിവിധ പ്രതിസന്ധികൾ ചർച്ച ചെയ്യും. കഴിഞ്ഞ 17 വർഷക്കാലമായിട്ട് സംഘടന ഈ വ്യാപാരികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും അതുപോലെ തന്നെ സാമൂഹിക പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെട്ട് വേണ്ടുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ
ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഉന്നതിക്കായിട്ടും അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഒരുപാട് പരിഹാരങ്ങൾ സാധിക്കുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഞങ്ങൾ നടത്തിപ്പോരുന്ന ഞങ്ങളുടെ വാർഷിക യോഗത്തിൽ സംഘടനാ ജനറൽ സെക്രട്ടറി ജോണി ബയോസോൺ, ജോജി മാത്യു, KVVES ജില്ലാ വൈസ് പ്രസിഡന്റ് R സുമേഷ്, S സാബു, സണ്ണി ജോസഫ്, സാബു സ്കറിയ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടക്കും. സിറ്റി വിഷൻ നെടുങ്കണ്ടം. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,015 രൂപ, പവന് 1,12,120 രൂപ, വെള്ളി ഗ്രാമിന് 255 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടിമാലിയിലെ ലക്ഷം വീട് ദുരിതബാധിതരുടെ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. കർഷക മേഖലയ്ക്ക് ഭീഷണിയായി ആനത്തൊട്ടാവാടി. കൃഷിയിടങ്ങളിൽ അതിവേഗം പടർന്നു കയറി. ഭൂമി തട്ടിയെടുക്കാൻ വ്യാജരേഖയുണ്ടാക്കി കോടതിയിൽ സമർപ്പിച്ച കേസിൽ കട്ടപ്പന അൽഫോൺസ ഗ്രൂപ്പിന്റെ ഓഫീസുകളിൽ പോലീസ് റെയ്ഡ്. ഒരു വ്യാഴവട്ടക്കാലത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ തെക്കിന്റെ കാശ്മീരായ മൂന്നാറിന്റെ താഴ്വരകളെ വീണ്ടും നീലപ്പട്ടണിയിച്ച് കുറിഞ്ഞി വസന്ത. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.